നിങ്ങൾ കോഴികൾക്ക് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. കോഴികളെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്താനും അതുപോലെ അവയുടെ വളർച്ചയും മുട്ട ഉൽപ്പാദനവും മെച്ചപ്പെടുത്താനും ചില സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ സാധാരണയായിട്ട് കൊടുക്കുന്ന സപ്ലിമെൻറ്റ് ഗ്രോവി പ്ലസ് ആണ്. കോഴികളുടെ ഗ്രോത്ത് അതുപോലെ ഹെൽത്ത് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനുള്ള സപ്ലിമെൻ്റാണിത്. അപ്പോൾ ഗ്രോവി പ്ലസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ എങ്ങനെയാണ് ഗ്രോവി പ്ലസ് കൊടുക്കാറ്, ഇത് കൊടുത്താലുള്ള ഗുണങ്ങൾ, ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ടോ, എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഇതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇന്ന് കോഴികളെ ഞാൻ ചെറുതായിട്ട് പറ്റിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവർക്ക് തീറ്റയുടെ കൂടെ മറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട്. അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോഴികളെയെല്ലാം വളർത്തുന്ന സമയത്തെ നമ്മൾ വെറും ചോറും തീറ്റയും വെള്ളവും മാത്രം കൊടുത്താൽ പോരാട്ടോ. നമ്മുടേതുപോലെ തന്നെ കോഴികൾക്കും അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കോഴിയെ വളർത്തുന്ന ആളുകളെല്ലാം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് കോഴികൾക്ക് അസുഖങ്ങൾ വന്നാൽ എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ആവശ്യമുണ്ട്, അതുപോലെ എപ്പോഴാണ് കൊടുക്കേണ്ടത്. അതുമാത്രമല്ല അത്യാവശ്യം നാടൻ മരുന്നും അതുപോലെ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് മരുന്നുകളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല നമ്മുടെ അടുത്തുള്ള മൃഗാശുപത്രി എവിടെയാണ് എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു വയ്യായിക കോഴിക്ക് വന്നാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരരുത് എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം ഇത് അറിഞ്ഞിരുന്നാൽ വേഗം കോഴീനെ എടുത്തിട്ട് അവിടേക്ക് പോയാൽ മതി. അതുപോലെ കോഴികളുടെ മരുന്ന് നമ്മുടെ സാധാ മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടാറില്ല. വെറ്റിനറി മെഡിക്കൽ ഷോപ്പിൽ പോയാൽ മാത്രമേ ഉള്ളൂ അവരുടെ മരുന്ന് കിട്ടുള്ളൂ. അപ്പം അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഒരു കോഴീനെ വളർത്തി നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. നമ്മൾ ചെറുപ്പം തൊട്ടേ അവരെ വളർത്തി വലുതാക്കി അതിനിടയിൽ അവർക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു കോഴിക്ക് അസുഖം വന്നാൽ മറ്റ് കോഴികളെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് തുടക്കത്തിലേ അത് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതല്ല മരുന്നും കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും അറിയില്ല, കോഴീനെ പറ്റി ഒരു കാര്യങ്ങളും അറിയില്ലെങ്കിൽ ഇതൊക്കെ ചോദിച്ച് അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കോഴിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് എപ്പോഴും അത്യാവശ്യം മരുന്നും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വേണം. ഇന്ന് ഞാൻ കോഴിമക്കൾക്ക് തീറ്റ കൊടുക്കുമ്പം അതിൽ കുറച്ച് അരിയും ഗോതമ്പും മിക്സ് ചെയ്യുന്നുണ്ട്. അരിയും ഗോതമ്പും അങ്ങനെ കൊടുത്താൽ അവർക്ക് ദഹനത്തിന് പ്രശ്നം വരും. അതുകൊണ്ട് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. മിക്സിയിൽ അരിയും ഗോതമ്പും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആ ഒരു തീറ്റയോട് കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മിക്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ല കടല എന്തൊക്കെ ധാന്യങ്ങളുണ്ടോ, കുറച്ച് പഴയതൊക്കെ ഉണ്ടാവില്ല, കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ എന്തായാലും ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിവർക്ക് ഡെയിലി തീറ്റ തന്നെയാണ് കൊടുക്കാറ്. പക്ഷേ നമുക്ക് തീറ്റ തന്നെ സ്ഥിരമായിട്ട് കൊടുത്ത് ഇവരെ വളർത്തിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനിതുപോലെ അരിയും ഗോതമ്പൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് അതും അങ്ങനെ ഒരുപാട് പൈസ കൊടുത്താൽ പുറമേ നിന്ന് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. അവർ പഠിക്കണമല്ലോ. നമ്മൾ തീറ്റ മാത്രം കൊടുത്തിട്ട് അവരെ വളർത്തിയെടുത്താൽ അവർ മറ്റ് ഫുഡുകളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ ഈ ഒരു തീറ്റ കൊടുത്തെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ അരിയും ഗോതമ്പൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അവരിങ്ങനെ കഴിച്ചോളൂ കേട്ടോ. ഇവർ അത്യാവശ്യം വലുപ്പത്തിൽ വന്ന മക്കളാണ്. ഇവർക്ക് ഞാൻ ഇടയ്ക്ക് ചോറും ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഉള്ള വീഡിയോ അല്ല. ഇവരൊക്കെ വലുതായി. ഇവരൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല. ഇവരൊക്കെ മറ്റുള്ള ആളുകളുടെ കയ്യിൽ എത്തിപ്പെട്ട മക്കളാണ്. എനിക്ക് തോന്നുന്നത് 1-2 പെടക്കുട്ടികൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. തീറ്റയുടെ കൂടെ ഞാൻ ഇവർക്ക് പുല്ലും അതുപോലെ പച്ച ഇലകളൊക്കെ കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് എങ്ങനെയാണ് ഞാൻ വെള്ളം കൊടുക്കാറെന്നും കൂടി നോക്കാം കേട്ടോ. ഞാൻ ഇവർക്ക് സാധാരണ പച്ചവെള്ളമാണ് കൊടുക്കാറ്. ആ ഒരു അടപ്പിട്ട ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ ഡെയിലി ഞാൻ ബോട്ടിലെ വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. മാറ്റാനുണ്ടാവില്ല, അവർ കുടിച്ചിട്ട് അതങ്ങ് തീർക്കും. പിന്നെ ആ ഒരു അടപ്പ് വെച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് വെള്ളം അങ്ങനെ അഴുക്കാവാറില്ല. മാസത്തിൽ 1-2 പ്രാവശ്യം ഞാൻ, അഥവാ അവർക്ക് എന്തെങ്കിലും ക്ഷീണമോ ബുദ്ധിമുട്ടോ തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വെള്ളം കൊടുക്കാറുണ്ട്. അല്ലാതെ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതുപോലെ ഗ്രോവി പ്ലസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ അതങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കാറില്ല. ഞാൻ കൂടുതലായിട്ടും പൂവനും പെടയൊക്കെ തിരിയുന്നതിൻ്റെ മുന്നുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കാറ്. വലിയ കോഴികൾക്കൊന്നും മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ കൊടുക്കാമെന്നല്ലാതെ ഞാനങ്ങനെ സപ്ലിമെൻറ്റ്സ് ഒന്നും സ്ഥിരമായിട്ട് അവർക്ക് കൊടുക്കാറില്ല.
എനിക്ക് അവർക്ക് വല്ലപ്പോഴും ഒരു സപ്ലിമെൻറ്റ് കൊടുക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഈ ഗ്രോവി പ്ലസ് ആണ് അവർക്ക് കൊടുക്കാറ്. കോഴിയെ വളർത്തി തുടങ്ങിയ സമയത്ത്, അതായത് ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ്, ഗ്രോവി പ്ലസ് അല്ലാതെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് സപ്ലിമെൻസുകൾ എൻ്റെ കോഴികൾക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഗ്രോവി പ്ലസ് ആണ്. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ കോഴീനെ വളർത്തുന്ന എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഗ്രോവി പ്ലസ് ആണ്. ഇത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കോഴികൾ കുറച്ചും കൂടി ഉഷാറായിട്ട് തോന്നാറുണ്ട്. അത് മാത്രമല്ല, ഇത് കോഴികളുടെ ഭക്ഷണരുചി കൂട്ടാൻ സഹായിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അങ്ങനെ അവരുടെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ കോഴികൾ നല്ല ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. അതുപോലെ വീക്കായിട്ടുള്ള കോഴികൾക്കൊക്കെ നല്ല മാറ്റം കാണാം. അവരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കും. അതുപോലെ ഫെദർ, ബോഡി, അതെല്ലാം അതിൻ്റെ എല്ലാം കണ്ടീഷന് മാറും. നന്നായിട്ട് ബെറ്റർ ആവാൻ സഹായിക്കും. നമ്മളിപ്പോൾ പറയാറില്ലേ കോഴിയുടെ തൂവലൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഗ്രോവി പ്ലസ് ഒക്കെ കൊടുത്താൽ കുറേ മാറ്റങ്ങൾ കിട്ടും. അതുപോലെ മുട്ടയിടുന്ന കോഴികൾക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. അവർക്ക് എഗ്ഗ് പ്രൊഡക്ഷന് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും ഈ ഒരു ഗ്രോവി പ്ലസ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റും കൂട്ടും. അങ്ങനെ വരുന്ന സമയത്ത് കോഴികൾക്ക് വരുന്ന ചെറിയ ചെറിയ അസുഖങ്ങളില്ലേ, അതിനെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വിറ്റാമിൻ എ, അതുപോലെ വിറ്റാമിൻ D3, വിറ്റാമിൻ എ, അതുപോലെ മിനറൽസും അമിനോ ആസിഡ്സും ഈ ഒരു ഗ്രോവി പ്ലസ്സിൽ അടങ്ങിയിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി അല്ലെങ്കിൽ 2 മില്ലി മിക്സ് ചെയ്തിട്ടാണ് കോഴികൾക്ക് കൊടുക്കേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇമ്മ്യൂണിറ്റി പവർ കൂടും, കോഴികൾ ഉഷാറ് വയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് മുഴുവൻ ഗ്രോവി പ്ലസും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴികൾക്ക് കൊടുക്കരുത്. അത് കോഴികളുടെ ഹെൽത്തിനെ ബാധിക്കിട്ടോ. നമ്മൾ പറയാറുണ്ടല്ലോ, അധികമായാൽ അമൃതും വിഷമാണ്. അധികമായിട്ട് നിങ്ങൾ കോഴികൾക്ക് കൊടുക്കരുത്. ഗ്രോവി പ്ലസ് എപ്പോഴും നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന സമയത്ത് വെള്ളം നല്ല വെള്ളമായിരിക്കണം കേട്ടോ. നല്ല വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാത്രമേ കോഴികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. എൻ്റേത് കിണറിലെ വെള്ളമാണ്. ഞാനിതുവരെയായിട്ടും ബ്ലീച്ച് ചെയ്ത വെള്ളത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. ബ്ലീച്ച് ചെയ്ത വെള്ളത്തിൽ കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നെറ്റിലൊക്കെ ജസ്റ്റ് അടിച്ച് നോക്കിയതിന് ശേഷം കൊടുക്കുക കേട്ടോ. കഴിയുന്നതും ശുദ്ധമായ പച്ചവെള്ളത്തിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ ഒരു ബോട്ടിലും അടപ്പുണ്ടെങ്കിൽ ആ ഒരു വെള്ളം അഴുക്കാവില്ല. അവർക്ക് വേണ്ട പോലെ കുടിക്കുകയും ചെയ്യുക, പുറമേക്കൊന്നും ചാടിപ്പോവില്ല കേട്ടോ. നമ്മൾ വലിയ വട്ടച്ചെമ്പ് പോലത്തെ പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്താണ് കോഴികൾ അതിൽ കയറി നിൽക്കും. അപ്പോൾ അവരുടെ കാലിലുള്ള അഴുക്കൊക്കെ ആ ഒരു വെള്ളത്തിൽ മിക്സായിട്ട് അവർ കുടിക്കും. അങ്ങനെയാണ് അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരിക. ഇതാവുമ്പം വെള്ളം വൃത്തികേടാവുകയില്ല. പെട്ടെന്ന് ആ ഒരു ബോട്ടിലെ വെള്ളം തീർന്നു പോവുകയും ചെയ്യും. നമുക്ക് വീണ്ടും മാറ്റി കൊടുക്കുകയും ചെയ്യും കേട്ടോ. വെള്ളം കൊടുക്കുന്ന അടപ്പ് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് എനിക്ക് ഒരുപാട് കമൻസ് വന്നിരുന്നു. അത് ഞാൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. നിങ്ങൾ തൊട്ടടുത്ത്, അതായത് ഈ തീറ്റപാത്രങ്ങളൊക്കെ വിൽക്കുന്നുണ്ടല്ലോ, ആ ഒരു ഷോപ്പിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ചില തീറ്റകളൊക്കെ, കോഴിത്തീറ്റകളൊക്കെ വിൽക്കുന്ന ഷോപ്പിലും കാണാറുണ്ട്. ഞാൻ ഇന്നലെ ഒരു ഷോപ്പ് കയറിയ സമയത്ത് അവിടെയുണ്ട്. വില ചോദിച്ച സമയത്ത് വീതി കുറഞ്ഞതിന് 15 രൂപയും വീതി കൂടുതലുള്ളതിന് 20 രൂപയാണ് അവർ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ വലിയ കോഴികൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കാം. ഇത് ഇവിടെ ഉണ്ടായൊരു വാഴത്തട്ടയാണ് കേട്ടോ. ഇത് നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര കയ്പ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ അവർ തിന്നില്ല. ഇങ്ങനെ അരിഞ്ഞ് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇതൊക്കെ ചെറുപ്പം തൊട്ടേ അവർക്ക് കൊടുത്ത് ശീലിപ്പിച്ചത് കൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഓരോ പരിപാടികൾക്ക് പോകുന്ന സമയത്ത് ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റായി കിടക്കുന്നത് കാണുമ്പം ഭയങ്കര സങ്കടമാണ് കേട്ടോ. കോഴീനെ വളർത്തുന്നത് കൊണ്ടാണോ എന്നറിയില്ല. അതിൽ കുറച്ച് കിട്ടിയാൽ എടുത്തിട്ട് കോഴികൾക്ക് കൊടുക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ നമുക്കങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട് അങ്ങനെ എടുത്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എല്ലാ സ്ഥലങ്ങളിലും. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങ് പോരും. ഞാൻ അങ്ങനെ ഭക്ഷണം വേസ്റ്റ് ആക്കാറില്ല. കഴിയുന്നതും എല്ലാം ഇതുപോലെ അരിഞ്ഞോ തറച്ചൊക്കെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഇതിപ്പം വാഴത്തട്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അവർ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുക എന്നല്ലാതെ അവർക്ക് അതിൽ നിന്നൊന്നും കിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. നന്നായിട്ട് അരിഞ്ഞ് അവർക്ക് കൊത്തി തിന്നാൻ പാകത്തിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വയറും നിറയും, നമുക്ക് മനസ്സും നിറയും. അപ്പോൾ ഞാൻ വാഴത്തട്ടേൻ്റെ കൂടെ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ചായമൻസ, ഈ ഒരു ഇലയും കൂടി ഞാനൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇല ഇങ്ങനെ കൊത്തി കളിക്കും. പിന്നെ അത് അവർ കഴിക്കുകയില്ല, അത് അവിടെ കിടന്നിട്ട് അഴുക്കാവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് അതും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾ ഇനിയിപ്പോൾ മഴയൊക്കെയാണ് വരുന്നത്, മഴ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൊമ്പ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വരമ്പത്തൂടെയോ പറമ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തിയിടുക. ഇത് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ ഒരു കൊമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതായിരുന്നു. പക്ഷേ ഞാൻ കോഴിയുടെ ആവശ്യത്തിനല്ലായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കോഴിക്ക് മാത്രമാണ് അത് എടുക്കാറ്. അതിലേക്ക് ഞാൻ കുറച്ച് മുട്ടത്തോട് പൊടിച്ച് വെച്ച ആ ഒരു പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡെയിലി കോഴിക്ക് ഇങ്ങനെയാണോ ഫുഡ് കൊടുക്കാറ് എന്നുള്ളത്. ഒരിക്കലും അല്ല കേട്ടോ. ഇങ്ങനെ വാഴത്തട്ടയൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ വല്ലപ്പോഴും മാത്രമേ ഞാൻ ഇങ്ങനെ കൊടുക്കാറുള്ളൂ. അതിൻ്റെ കൂടെ തീറ്റയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലൊക്കെ അതുപോലെ ചോറൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. നമുക്കിപ്പോൾ ബാലൻസ് ഒക്കെ വരുന്ന കറികൾ ഉണ്ടാവുമല്ലോ, അത് ഈ ഒരു ചോറിലേക്ക് ഒഴിച്ച് കൊടുത്താൽ അതിൽ മുളകും മഞ്ഞളൊക്കെ ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് തോന്നും ചോറുണ്ട് എന്നുള്ളത്, പക്ഷേ ഒരുപാടൊന്നുമില്ല കേട്ടോ. ഒരു നേരം ചോറുള്ള സമയത്ത് ഞാനിങ്ങനെ കൊടുക്കാറുണ്ട്. എനിക്ക് സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുന്നത് കൊണ്ട് ചോറിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പം ഞാൻ അവരെ തുറന്ന് വിട്ടുവിടാറുമുണ്ട്. കണ്ടില്ലേ, അവർ നന്നായിട്ട് കഴിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ചോദിക്കുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് തിരുത്തി തരണം കേട്ടോ. അതുമാത്രമല്ല, ഞാൻ കോഴികൾക്ക് ഗ്രോവി പ്ലസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ കോഴിക്ക് ഗ്രോവി പ്ലസ് കൊടുക്കാറുണ്ടോ? ഇനി അതല്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ആണോ നിങ്ങളുടെ കോഴിക്ക് കൊടുക്കാറെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. കാരണം ഒരുപാട് കോഴീനെ വളർത്തുന്ന ആളുകൾ, ഇനി വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്കൊക്കെ അതൊരു സഹായമായിരിക്കും കേട്ടോ.